കളമശ്ശേരി സ്ഫോടനക്കേസ് പ്രതി ഡൊമിനിക് മാർട്ടിന്റെ വിദേശ ബന്ധങ്ങൾ കേന്ദ്രീകരിച്ച അന്വേഷണം. ബോംബുണ്ടാക്കിയ രീതി ഡൊമിനിക് മാർട്ടിൻ വിദേശ നമ്പറിലേക്ക് അയച്ചിരുന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. ഫോൺ നമ്പർ ആരുടേതെന്ന് കണ്ടെത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. 24 എക്സ്ക്ലൂസീവുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് തത്സമയം ചേരുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്. പറയൂ വിഷ്ണു. നാടിനെ നടുക്കിയ സ്ഫോടനത്തിൽ കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും പോലീസ് അന്വേഷണം തുടരുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പ്രതി ഡൊമിനിക് മാർട്ടിന്റെ വിദേശ ബന്ധത്തിൽ പോലീസ് അന്വേഷിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഇതിൽ തുടരന്വേഷണമാകാം എന്ന് ചൂണ്ടിക്കാട്ടി ആഭ്യന്തര സെക്രട്ടറി തന്നെ ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. ആ ഉത്തരവിന് പശ്ചാത്തലമായ കാര്യമാണ് ഇപ്പോൾ നമ്മൾ വ്യക്തമാക്കുന്നത്. ഈ ബോംബ് നിർമ്മിക്കുന്ന ഘട്ടത്തിൽ അത് നിർമ്മിച്ച് പൂർത്തിയാക്കിയ ശേഷം അതിൻ്റെ സ്ട്രക്ചർ അടക്കം ഡൊമിനിക് മാർട്ടിൻ ഒരു നമ്പറിലേക്ക്, അതായത് ഒരു വിദേശ നമ്പറിലേക്ക് ഫോർവേഡ് ചെയ്ത് നൽകി എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. ചിത്രങ്ങളടക്കം നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇയാളുടെ വിദേശ ബന്ധം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട ആഭ്യന്തര വകുപ്പിന് അന്വേഷണ സംഘം അന്ന് കത്ത് നൽകിയത്. പക്ഷേ ഉത്തരവ് ലഭിച്ചത് കഴിഞ്ഞ ദിവസം മാത്രമാണ്. ഈ നമ്പർ കണ്ടെത്താൻ ഇതുവരെ ആയിട്ടില്ല. ഇത് ആരുടെ നമ്പറാണെന്ന് വ്യക്തമല്ല. 10 വർഷത്തോളം ഡൊമിനിക് മാർട്ടിൻ ഈ ദുബായിൽ ജോലി ചെയ്തിട്ടുണ്ട്. അയാളുടെ സുഹൃത്തുക്കളാണോ അതല്ല എങ്കിൽ ഈ സ്ഫോടനത്തിൽ ആദ്യം മുതൽ തന്നെ ചില സംശയങ്ങളുണ്ട്. ഒരു ഇലക്ട്രീഷ്യന് മാത്രം ഇതെങ്ങനെയാണ് ഇത്തരത്തിൽ കൃത്യമായി ഓപ്പറേറ്റ് ചെയ്ത് ഒരു 8 പേരുടെ ജീവൻ നഷ്ടമാകുന്ന തരത്തിലേക്കൊക്കെ ഒരു സ്ഫോടനം ആവിഷ്കരിക്കാനാകുക എന്നൊരു സംശയമുണ്ടായിരുന്നു. അങ്ങനെ മറ്റാരുടെയെങ്കിലും സഹായം ഡൊമിനിക് മാർട്ടിന് ലഭിച്ചിട്ടുണ്ടോ? ഈ ഉണ്ടാക്കിയ രീതി ശരിയാണോ എന്ന് ചോദിച്ചാണോ ഇയാൾ ഇക്കാര്യങ്ങളൊക്കെ അയച്ചു നൽകിയത്? അതല്ല എങ്കിൽ ഈ ഡാറ്റ തൻ്റെ മൊബൈലിൽ നിന്ന് ഡിലീറ്റായി പോയാലും മറ്റൊരിടത്ത് സുരക്ഷിതമായി എത്തിക്കുന്നതിന് വേണ്ടി അയച്ചു നൽകിയതാണോ? ഇക്കാര്യങ്ങളിലൊക്കെയാണ് അന്വേഷണ സംഘം പരിശോധന നടത്തുക. അടുത്ത ദിവസം തന്നെ ഇന്റർപോളിൻ്റെ സഹായത്തോടു കൂടി ഈ അന്വേഷണം ആരംഭിക്കും. അതിനുശേഷം ഈ കുറ്റപത്രത്തോടൊപ്പം ഈ രണ്ടാമത് ആരംഭിച്ച അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടും നൽകും. ഏതെങ്കിലും തരത്തിൽ ഈ നമ്പർ ഉടമ ഈ കേസിൽ ഭാഗമായിട്ടുണ്ടെങ്കിൽ അയാളെ പ്രതി ചേർക്കും. അതായത് ഈ ഡൊമിനിക് മാർട്ടിന് മാത്രമല്ല ഈ സ്ഫോടനത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നത്, മറ്റൊരാൾക്ക് കൂടി ഇക്കാര്യം അറിയാമായിരുന്നു എന്നാണ് നിലവിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. വിഷ്ണു സുരേഷ്.